ആടാ ഇതിന് മുള വന്നിരിക്കണു. തലങ്ങും വിലങ്ങും നോക്കാതെ വെട്ടിക്കളഞ്ഞ ഞങ്ങളുടെ തണൽ മരത്തിന് ദേ ഇപ്പൊ മുള വന്നിരിക്കുക. അപ്പോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ തേൻമരം. വീടിനോട് ചേർന്ന് നല്ല തണല് നിൽക്കുന്ന കാരണം തണൽ മരമെന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട്. നമ്മൾ മനുഷ്യർക്ക് അത് തണലാ തരുന്നേന്നുണ്ടെങ്കിൽ പൂമ്പാറ്റകൾക്കും കിളികൾക്കൊക്കെ അത് തേനാ കൊടുക്കുന്നത്. വീട്ടുമുറ്റത്ത് നല്ല ഒറ്റ നടുക്കിൽ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അത് ഞങ്ങളുടെ വീടിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും മോർണിംഗ് വൈബ്സിൽ ഈ ഒരു തേൻമരത്തിന്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എല്ലാ ദിവസവും. കൊട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു മരത്തിന് ചുറ്റും നിറയെ കിളികളും പൂമ്പാറ്റകളും എന്നും രാവിലെ തേൻ കുടിക്കാനായിട്ട് വരുമായിരുന്നു. എല്ലാ ദിവസവും മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് ഈ കിളികളുടെ എല്ലാം സൗണ്ട് കേട്ടിട്ടായിരുന്നു കേട്ടോ. ഇത്രയും നന്മകള് നമുക്ക് തന്നുകൊണ്ടിരുന്ന മരമാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മളിത് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം മാത്രമല്ല, എല്ലാ വർഷവും മഴക്കാലം ആകുമ്പോൾ നമ്മളിതൊന്ന് വെട്ടി ഒതുക്കി നിർത്തി കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമാണ് ഇത് വീണ്ടും ഇങ്ങനെ തിക്കായിട്ട് നല്ല ലഷായിട്ട് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ വിരിഞ്ഞു നിന്ന് കിളികളും പൂമ്പാറ്റകളും നിറയെ പാറി നടക്കണ കാണുമ്പോൾ നമുക്ക് വെട്ടാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്ന് കരുതി നമ്മൾ വെട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ഭംഗിയില്ലാതെ അങ്ങ് വളരെ ഭയങ്കരമായിട്ട് വളർന്നു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വെട്ടി ഒതുക്കി നിർത്തുകയാണ് കേട്ടോ. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കിളിർപ്പെല്ലാം വന്ന് പെട്ടെന്ന് തന്നെ വളർന്നോളും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അതിന്റെ എല്ലാ ശിഖരങ്ങളും നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. വെട്ടിയെല്ലാം മാറ്റിയെങ്കിൽ പോലും അതിന്റെ മൂത്ത കൊമ്പുകളൊന്നും നടാനോ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ മരം നമ്മൾ വെട്ടി മാറ്റിയപ്പോൾ ഉണ്ടായ വിഷമത്തെക്കാളും വിഷമിപ്പിച്ച ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. നമ്മൾ ചുമ്മാ വെട്ടി മാറ്റിയിരുന്ന അതിന്റെ മൂത്ത കൊമ്പുകളിൽ തന്നെ തളിർപ്പ് വന്നിരിക്കുകയാണ്. നമ്മളിത് വെട്ടി മാറ്റി അതേ ദിവസങ്ങളിൽ തന്നെ അതിന്റെ മൂത്ത കമ്പുകളൊന്ന് നട്ടുവെച്ചായിരുന്നെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാമായിരുന്നല്ലേ.